സാധിച്ചിട്ടുണ്ട്. ചന്ദന കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതി. സർ, സംസ്ഥാനത്ത് ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചന്ദനം സംരക്ഷിക്കാൻ സർക്കാർ സഹായിക്കുകയും ചെയ്യും. ഇതിനായി ചന്ദനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും ചട്ടങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും. സ്വകാര്യ ഭൂമിയിൽ നിന്ന് മുറിക്കുന്ന ചന്ദനം ശേഖരിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം കൂടുതൽ വനം ഡിപ്പോകളെ ചന്ദനത്തിൻ്റെ കളക്ഷൻ സെൻ്ററുകളാക്കുക. ചന്ദനത്തടികൾക്ക് സർക്കാർ നിർണ്ണയിച്ച മൂല്യത്തിൻ്റെ 50% മുൻകൂറായി ഉടമസ്ഥർക്ക് നൽകുന്നതിന് റിവോൾവിംഗ് ഫണ്ട് സൃഷ്ടിക്കുക തുടങ്ങിയും വിഭാവനം ചെയ്യുന്നു. ഇക്കോ ടൂറിസം അതോറിറ്റി. സർ, ഇക്കോ ടൂറിസത്തിൻ്റെ സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനായി കേരള ഫോറസ്റ്റ് ഇക്കോ ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റി രൂപീകരിക്കും. വനവും വന്യജീവി മേഖലയിൽ 2024-25 സാമ്പത്തിക വർഷം 232.59 കോടി വകയിരുത്തുന്നു. സർ, ഇന്ത്യയിൽ ആദ്യമായി വനത്തെ പൂർണ്ണമായും ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന 500 ഗോത്രവർഗ യുവജനങ്ങളെ PSCയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി ബീറ്റ് ഫോറസ്റ്റർമാരായി ഈ ഗവൺമെൻറ് കാലത്ത് നിയമിച്ചു. ജൈവ വൈവിധ്യ സമ്പത്തിൻ്റെ സംരക്ഷണത്തിനായി 5.97 കോടി രൂപ വകയിരുത്തുന്നു.